നമസ്കാരം. മലയാളി അല്ലാതിരുന്നിട്ടും മലയാള നാടിന്റെ മരുമകനായി വന്നതാണ് നടൻ ബാല. ഒന്നല്ല രണ്ടു വട്ടം മലയാളി പെൺകുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ടാണ് കേരളത്തിൽ തന്നെ സെറ്റിൽഡ് ആയത്. കൊച്ചിയിൽ തന്നെ സ്ഥിരതാമസമാക്കിയ ബാല വല്ലപ്പോൾ മാത്രമായി സ്വന്തം നാട്ടിലേക്ക് പോയിരുന്നത്. ഇടയ്ക്കൊക്കെ മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നതും പതിവാണ്. അമ്മയിൽ മെമ്പർ കൂടിയായ ബാല മിക്ക മീറ്റിംഗുകളിലും ഭാഗമാണ്. സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ബാലയുടെ അഭിമുഖങ്ങളായിരുന്നു മലയാളികൾ ഏറെ ശ്രദ്ധിച്ചത്. പൊതുവെ താരങ്ങളുടെ സ്വകാര്യ ജീവിതം അറിയാനുള്ള സിനിമാ പ്രേമികളുടെ ആകാംക്ഷയ്ക്ക് മുൻപിൽ പലപ്പോഴും അവിടെയും ഇവിടെയും തൊടാതെയുള്ള ആരോപണങ്ങൾ ബാല ശക്തമാക്കി. മകളെ കാണിക്കുന്നില്ല എന്ന ആരോപണം ഉൾപ്പെടെ മുൻ ഭാര്യയ്ക്കും കുടുംബത്തിനുമെതിരെ വരെ ഒളിയമ്പുകൾ ചെയ്തു. എന്നാൽ ഏറ്റവും ഒടുവിൽ മകളുടെ പിറന്നാൾ ദിനം പങ്കുവച്ച ഒരു വീഡിയോയും പിന്നാലെ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖവും പക്ഷെ വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചിട്ടു. മകൾ നേരിട്ട് ലൈവായി തന്നെ വന്നുകൊണ്ട് തന്നെ കാണാൻ ഒരിക്കൽ പോലും ഫാദർ വന്നിട്ടില്ല എന്ന് പറയുകയും തന്നെയും അമ്മയെയും ബാല മാനസികമായി ശാരീരികമായി ഉപദ്രവിച്ചെന്ന് തുറന്നു പറയുകയും ചെയ്തതോടെയാണ് കളി കാര്യമായി മാറിയത്. ഒരുപക്ഷെ ബാല പോലും പ്രതീക്ഷിച്ചു കാണില്ല 12-കാരിയായ മകൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുമെന്ന്. പിന്നാലെ അമൃതയും രംഗത്തെത്തി. ഒടുവിൽ നാടകീയ സംഭവങ്ങളാണ് നടന്നത്. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ബാല വീണ്ടും വിവാഹത്തിനായി. മാമന്റെ മകൾ ഗോകുലയാണ് വിവാഹം ചെയ്തത്. ശേഷം മാധ്യമങ്ങളിൽ നിന്നും ഇടവേള എടുക്കുകയാണെന്നും ബാല പറഞ്ഞിരുന്നു. ഇടവേളയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്കും അഭിമുഖം കൊടുക്കുന്ന തിരക്കിലാണ് ഇന്ന് ബാല. കിടിലൻ വേഷങ്ങളിലൂടെ ഒരു സമയത്ത് മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത ആളാണ് നടൻ. അടുത്തിടെയാണ് മലയാളി മക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൊച്ചി നാട്ടിൽ നിന്നും മറ്റൊരു ദേശത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയും ഒത്ത് ചേക്കേറിയത്. ഐഡിയ സ്റ്റാർ സിംഗർ ജഡ്ജായി എത്തിയതോടെയാണ് ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവിന് തുടക്കം കുറിച്ചത്. പിന്നീട് മലയാളികളുടെ സ്വന്തം ഗായികയെ വിവാഹം ചെയ്തും വാർത്തകളിൽ ബാല ഇടം പിടിച്ചു. ഒരു മകളായ ശേഷം ആ വിവാഹബന്ധത്തിൽ ഉണ്ടായ അസ്വാരസ്യങ്ങളിലൂടെ ഡിവോഴ്സ് നേടുകയും തൃശൂർക്കാരിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയനൊപ്പം നിയമപരമായി അല്ലെങ്കിലും വർഷങ്ങൾ പാർട്ട്ണറായി ഒപ്പം കഴിയുകയും ചെയ്തു. ഇതിനിടയിൽ പല വിവാദങ്ങളുണ്ടായി. ഏറ്റവും കൂടുതൽ ചർച്ചയായത് മുൻ ഭാര്യയുടെയും മകളുടെയും ചില വെളിപ്പെടുത്തലുകളാണ്. എന്നാൽ എല്ലാം വാസ്തവവിരുദ്ധം എന്ന രീതിയിലാണ് ബാല ഏറ്റവും ഒടുവിൽ കൊടുത്ത അഭിമുഖത്തിൽ പോലും പറയുന്നത്. കാരണം 4 വിവാഹങ്ങൾ, അതിൽ ഒന്ന് ലീഗലിയുള്ള വിവാഹമായിരുന്നില്ല എന്നാണ് മുൻ ഭാര്യ വെളിപ്പെടുത്തിയത്. എന്നാൽ താൻ ഗോകുലയെ ഉൾപ്പെടെ 2 പേരെ വിവാഹം ചെയ്തിട്ടുള്ളൂ എന്നാണ് ബാല ഇപ്പോൾ പറയുന്നത്. മുൻ ഭാര്യ ആരോപിച്ച ആദ്യ പെൺകുട്ടിയുമായുള്ള വിവാഹമായിരുന്നില്ലെന്നും അത് പ്രണയം മാത്രമായിരുന്നെന്നും ബാല കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞിരുന്നു. ഇവരുമായി ഇപ്പോഴും നല്ല സൗഹൃദമാണെന്നും ബാല പറഞ്ഞു. ബാലയുടെ ഒപ്പമുള്ള ഇപ്പോഴത്തെ ഭാര്യ ഗോകുല മാമപ്പൊണ്ണ് എന്നായിരുന്നു വിവാഹം കഴിഞ്ഞ പാടെ ബാല നൽകിയ വിശദീകരണം. എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകൻ സുരേഷുമായി സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് അതെല്ലാം വ്യക്തമായി പറയാൻ സാധിക്കില്ല, തുറന്നു പറയാനാകില്ല എന്നൊരു വാക്ക് ബാല പറയുന്നത്. അതോടെയാണ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടല്ലോ എന്ന് ബാലയുടെ ആരാധകർ പറയുന്നത്. എല്ലാവർക്കും മാംഗല്യ ഭാഗ്യം ഉണ്ടാകുന്നത് ഓരോ പ്രായത്തിലാണെന്ന് പറയും. തനിക്കത് ജാതകവശാൽ 40 ആണെന്ന് തോന്നുന്നു എന്ന് ബാല പറയുന്നതോടെ താരത്തെ ട്രോളിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ നിറയുന്നുണ്ട്. അതേസമയം മനസ്സിൽ ഒരുപാട് നന്മകൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഒരു ആരാധകന്റെ കമന്റ്. അദ്ദേഹത്തെ നന്നായി നോക്കാൻ ഗോകുലയ്ക്ക് അറിയാം. ഗോകുലയുടെ വാക്കാണ് ഇപ്പോൾ ബാലയ്ക്ക് വേദവാക്യം. കൊച്ചു വിടാനുള്ള തീരുമാനവും ഗോകുലയുടേതായിരുന്നു. അതെന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു പെണ്ണൊപ്പം ഉണ്ടെങ്കിലേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകൂ എന്ന ബാലയുടെ വാക്കുകൾ സത്യം തന്നെയെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മനസ്സിന് ശാന്തിയും സമാധാനവും നല്ല ഭക്ഷണവും ഉറക്കവും തനിക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്നും അടുത്തിടെ മാധ്യമപ്രവർത്തകരോട് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ബാല പറഞ്ഞിരുന്നു. എന്തായാലും ആരാധകർ ബാലയോട് പറയുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്: ഗോകുലയെങ്കിലും നന്നായി സ്നേഹിക്കൂ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ നന്നായി ഒരു കുടുംബമായി ജീവിക്കൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും ആരാധകർ ബാലയോട് ഉപദേശം നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ബാല മാധ്യമങ്ങളിൽ നിന്ന് പലതും വിളിച്ചു പറയുന്ന തിരക്കിൽ തന്നെയാണ്. നേരത്തെ ബാല മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞെങ്കിലും ഇടയ്ക്കിടെ ബാല മാധ്യമങ്ങൾക്ക് മുന്നേ വന്ന് നിരവധി വിവാദങ്ങളാണ് ഉണ്ടാക്കി പോകുന്നത്. ഇപ്പോൾ ബാല തന്നെ ഗോകുലയുമായുള്ള ആ ബന്ധത്തിന്റെ പ്രശ്നം വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ ചർച്ചയാക്കിയിരിക്കുകയാണ്. ഇനി ഈ ഒരു വിവാദം ആളിപ്പകട്ടെ എന്നുള്ള തീരുമാനമാണോ ബാലയ്ക്ക്? എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങൾ ബാലയുടെയും ഗോകുലയുടെയും ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളിലാണ്.